നാവ് എപ്രകാരമാണ് നാം ഉപയോഗിക്കുന്നത്. കർത്താവിനെ സ്തുതിക്കുവാൻ ഉപയോഗിക്കുന്ന, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന, ദൈവിക വചനങ്ങൾ പറയുവാൻ ഉപയോഗിക്കുന്ന നാവുകൊണ്ട് കർത്താവിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യനെ നമ്മൾ ശപിക്കുന്നവരാണോ, അവനെ അനുഗ്രഹിക്കുന്നവരാണോ നമ്മൾ? എപ്രകാരമാണ് നമ്മുടെ നാവിനെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ സഭയിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, നമ്മുടെ ഭവനങ്ങളാകട്ടെ, നാം എപ്രകാരമാണ് നാവിനെ ഉപയോഗിക്കുന്നത് എന്ന് വളരെ പ്രാധാന്യമുള്ളതാണ്. എങ്ങനെ നമുക്ക് നാവിനെ ശരിയായ രീതിയിൽ അല്ലെങ്കിൽ നല്ലതുപോലെ നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയും? നമുക്ക് മറ്റൊരു ഭാഗത്ത് നമുക്ക് വായിക്കുവാൻ കഴിയുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങൾ കൃപയുടെ വാക്കുകൾ, ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ, പ്രത്യാശയുടെ വാക്കുകൾ, മറ്റുള്ളവരെ ആത്മാവിൽ ഉണർത്തുന്ന വാക്കുകൾ നമ്മൾ സംസാരിക്കുന്നവരായി തീരണം. ആത്മാവിൽ ശക്തീകരിക്കുന്ന വാക്കുകൾ സംസാരിക്കുന്നവരായി തീരണം. ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ യേശുവിനെ കൂടുതലായി അറിയുവാൻ, കർത്താവിനെ കൂടുതൽ മനസ്സിലാക്കുവാൻ ഒരു ആഗ്രഹം ഉണ്ടാകുന്ന നിലയിൽ നമ്മൾ സംസാരിക്കുന്നവരായി തീരണം. എപ്രകാരം അത് സാധിക്കും? അതിന് നമുക്ക് നല്ലൊരു ഹൃദയം ആവശ്യമാണ്.